എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ലോകം മുഴുവൻ ഇപ്പോൾ COVID-19 എന്ന് പറയുന്ന മഹാമാരിക്കെതിരെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുകളെ ഫേസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൊന്നാണ് നമുക്ക് എന്തെങ്കിലും രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടർമാരെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട്. ഈ ബുദ്ധിമുട്ടിന് ഒരു പരിഹാരവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ വെളിയിൽ ഇറങ്ങാതെ തന്നെ വീട്ടിൽ നിന്നുകൊണ്ട് ഡോക്ടറിനെ നമുക്ക് കാണാൻ സാധിക്കും. ഡോക്ടർ നമുക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും അതോടൊപ്പം നമുക്ക് ആവശ്യമായ മരുന്നുകൾ കുറിപ്പായി നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനായിട്ട് ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പോർട്ടലാണ് esanjeevani എന്ന് പറയുന്ന പോർട്ടൽ. സ്മാർട്ട് ഫോണിൻ്റെയോ ഇൻ്റർനെറ്റ് സംവിധാനം ലഭ്യമായ കമ്പ്യൂട്ടറിൻ്റെയോ സഹായത്തോടു കൂടി നമുക്ക് ഈ പോർട്ടൽ സേവനം ലഭ്യമാക്കാവുന്നതാണ്. സ്മാർട്ട് ഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ മാത്രം മതിയാകും. ഇനി കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു മൈക്ക് വേണം, വെബ് ക്യാമറ വേണം. നമ്മൾ നോർമലി ഡോക്ടറിനെ കാണാൻ പോകുന്നത് പോലെ തന്നെ നമുക്ക് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുക്കാം. നമുക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ച് നമുക്ക് ജോയിൻ ചെയ്ത് ഡോക്ടറെ കണ്ട് നമുക്ക് മരുന്ന് ഡോക്ടർ ഓൺലൈനായിട്ട് തന്നെ പ്രിസ്ക്രിപ്ഷൻ അയച്ചു തരുന്നതാണ്. ഇതാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ esanjeevani പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യാം, എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ എന്ന് നോക്കാം. അപ്പോൾ esanjeevaniയുടെ ആപ്ലിക്കേഷൻ നമുക്ക് ലഭ്യമാവുന്നതാണ് പ്ലേ സ്റ്റോറിൽ. അപ്പോൾ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് വെബ്സൈറ്റ് വഴിയും esanjeevaniയുടെ വെബ്സൈറ്റ് വഴിയും ലോഗിൻ ചെയ്യാം. വെബ്സൈറ്റും അതുപോലെ തന്നെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പ്ലേ സ്റ്റോർ വഴി കയറുന്നതിൻ്റെ ഡീറ്റെയിൽസാണ് കാണിക്കുന്നത്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറുക. പ്ലേ സ്റ്റോറിൽ കയറിയതിന് ശേഷം esanjeevani എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ റിസൾട്ട് ഇങ്ങനെ വരുന്നതാണ്. esanjeevani OPD നാഷണൽ ടെലി കൺസൾട്ടേഷൻ സർവീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഏകദേശം ഒരു 10 MB സൈസ് വരുന്നതാണ് ഇതിൻ്റെ ഫയലെന്ന് പറയുന്നത്. അപ്പോൾ ഫയൽ ഡൗൺലോഡ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ esanjeevani ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഓപ്പൺ ചെയ്യാം. ഞാൻ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ആപ്പ് തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പുകൾ പറഞ്ഞു തരുന്നുണ്ട്. വെരിഫൈ യുവർ മൊബൈൽ നമ്പർ. നമ്മൾ ആദ്യം മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യണം. അതിനുശേഷം നമ്മളൊരു ടോക്കൺ ജനറേറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മളുടെ കിട്ടിയ ടോക്കൺ ഉപയോഗിച്ച് ഇതിൽ ലോഗിൻ ചെയ്യുക. എന്നിട്ട് ഡോക്ടറുമായിട്ട് കോൾ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഡോക്ടർ കോളിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഡോക്ടർ നമ്മൾ കണ്ടതിന് ശേഷം നമുക്ക് ഡോക്ടർ ഈ പ്രിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പാണ് അതിലുള്ളത്. ആ സ്റ്റെപ്പ് ആപ്പിൽ കയറുന്ന സമയത്ത് തന്നെ ആപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഡോക്ടറിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പേഷ്യൻ്റ് രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം സെൻഡ് OTP കൊടുക്കുക. OTP കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് OTP ആദ്യം നിങ്ങൾ കൊടുത്തത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ റീസെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി OTP ജനറേറ്റ് ആവുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ OTP കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ അത് എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ OTP കൊടുക്കുകയാണ്. OTP വെരിഫൈ ആയിട്ട് നമ്മൾ അടുത്ത ഒരു വിൻഡോയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസാണ് എൻ്റർ ചെയ്യേണ്ടത്. നമ്മുടെ പേര്, അതുപോലെ നമുക്ക് മിഡിൽ നെയിം ഉണ്ടെങ്കിൽ അത്, ലാസ്റ്റ് നെയിം ഉണ്ടെങ്കിൽ അത്, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ജെൻഡർ, നമുക്ക് എത്ര വയസ്സായി. അപ്പോൾ ഇതിൽ മാൻഡേറ്ററി ഫീൽഡ്സ് കുറച്ചുണ്ട്. അതിൽ നെയിം മാൻഡേറ്ററി ആണ്, ലാസ്റ്റ് നെയിം മാൻഡേറ്ററി ആണ്, പിന്നെ ജെൻഡർ, ഏജ് ഇത്രയും മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് മെയിലിലും ലഭ്യമാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഓക്കെ കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വിൻഡോ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, സിറ്റി, പിന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് അഡ്രസ്സ്, പിൻകോഡ് എന്നിവ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ജനറൽ OPD ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അപ്ലോഡ് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ്ലി നിങ്ങൾ ഡോക്ടറിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫയലുകളുടെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനെ അത് കാണാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്.
ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം PNG, JPG, ജിഫ് അങ്ങനെ കുറച്ച് ഫയൽ ഫോർമാറ്റുകളിലൂടെ കിടപ്പുണ്ട്. അപ്പോൾ ആ ഫയൽ ഫോർമാറ്റുകളിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഫയലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 MB താഴെ ആയിരിക്കണം. ഒരു ഫയൽ മാക്സിമം 3 ഫയൽ വരെ നിങ്ങൾക്ക് അപ്ലോഡും ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ജനറേറ്റ് ടോക്കൺ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടോക്കൺ നിങ്ങൾക്ക് SMS ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ടോക്കൺ ജനറേറ്റ് ആയി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇനി മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ലഭിച്ച ടോക്കൺ നമ്പർ കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഒരു ആപ്പ് പെർമിഷൻ ചോദിക്കും. അതിൽ നമ്മൾ അലോ കൊടുക്കുക. അലോ കൊടുത്തതിന് ശേഷം നമുക്ക് ഡോക്ടേഴ്സിൽ നിന്നൊരു അവൈലബിലിറ്റി കാണിക്കും, ഇന്ന ഡോക്ടർ അവൈലബിൾ ആണെന്ന്. അപ്പോൾ കോൾ നൗ കൊടുക്കുക. കോൾ നൗ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഡോക്ടറുമായിട്ട് സംസാരിക്കുക, നമ്മുടെ പ്രശ്നങ്ങൾ അവരെ പറയുക. പറഞ്ഞതിന് ശേഷം നമുക്ക് ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് പ്രിസ്ക്രിപ്ഷനാണ് ഡോക്ടർ നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് ലഭിക്കുന്നതിനായിട്ട് വ്യൂ പ്രിസ്ക്രിപ്ഷൻ മെയിൻ ഹോം പേജിൽ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യുക. അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ പോലെ ഒരു OTP വരും. OTP അടിച്ചു കൊടുക്കുക കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഞാൻ നൽകിയ ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം.